രാവിലെ തന്നെ ഒരു മദാമ്മേനെയും വായ നോക്കി ഞാൻ പോകുന്ന എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ്. വിളിച്ചോട്ട വന്നതിന് തൊട്ടു പിന്നിൽ ഓട്ടോയിൽ കയറി ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. കാണാൻ അതിമനോഹരമായൊരു സ്ഥലമാണ്. അതിലുപരി എനിക്ക് എന്തുകൊണ്ട് ലാഭമായിട്ടുള്ളൊരു സ്ഥലമാണ്. ചെന്ന വഴിക്ക് ഒരു പീസ് കേക്ക് കൊടുത്തു. മാമൻ ഒരു പണിയും തന്നു. ആ പണി കഴിഞ്ഞ് വന്നപ്പോൾ മാമൻ കുറേ മിച്ചറും അതുപോലെ ഉഴുന്നോടെയൊക്കെ കൊണ്ടുവന്നു. ഈ പണി കഴിഞ്ഞാൽ ഇത് തിന്നാന്നായിരുന്നു മാമൻ്റെ അടുത്ത പരിപാടി. മാമൻ അടുത്ത പണി തന്നു, സാലഡ് ഉണ്ടാക്കാന്നുള്ളത്. ആ പണിയുടെ അനന്തരഫലം എന്നാണ് എനിക്കൊരു പ്രതിഫലമായിട്ട് കുറച്ച് അണ്ടിപ്പരിക്കും മുന്തിരും എൻ്റെ ആൻറ്റി തന്നു. മാമൻ വീണ്ടും പണി തന്നു. അങ്ങനെ ഈ പണി തീർത്ത് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇതാ വീണ്ടും ഒരു ലഡു എൻ്റെ കൈ കഴിക്കാറുള്ളത്. അങ്ങനെ അത് തിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ് റെഡി. മാമൻ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറി റൈസും കൂട്ടി ഞാൻ തിന്നു. എന്തുകൊണ്ടും എനിക്ക് ലാഭമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ബാക്കി വന്ന എല്ലാ സാധനങ്ങളും അമ്മാവൻ വീട്ടിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് ചുമ്മാ കറങ്ങാൻ പോയി. നല്ല അതിമനോഹരമായ ഗ്രാമമായതുകൊണ്ട് കാണാൻ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ പാടത്തൊക്കെ പോയിരുന്നു. കുറേ നേരം കാഴ്ചകളൊക്കെ കൊണ്ട് കഴിഞ്ഞ ശേഷം ഞാൻ വരുമ്പോൾ അതെ ഇങ്ങനെ ഒരുത്തൻ എന്നെ നോക്കി കണ്ണടച്ചിരിക്കുന്നു. ഇവ എന്തിനാ കണ്ണടച്ചിരിക്കുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു. തിരിച്ചു പോകുമ്പോൾ ഇരിഞ്ഞാലക്കൂടെ ഒരു ഷോപ്പ് കണ്ടായിരുന്നു. എല്ലാം വമ്പിച്ച് വിലക്കുറവ്. കണ്ടിട്ടും അല്ലെ കണ്ണു തള്ളി. കാശില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ചു. ഒരു ഗ്ലാസ് ഐസ്ക്രീമും വാങ്ങിച്ചു. ഇത്രയും സാധനങ്ങൾക്ക് വെറും 396 രൂപയാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും ഗൈസ്.